അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ പവിത്രമായ ദിനം മുഹറം 10-ന്റെ പോരിശ നിറഞ്ഞ സുദിനവും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ സുദിനവും ഒരുമിച്ച് ചേരുന്ന സുന്ദര സുരഭില നിമിഷമാണ്. അതിനാൽ തന്നെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നത്തെ ഈ പവിത്രമായ മുഹറത്തിന്റെ 10-ന്റെ സുദിനത്തിൽ ആരെങ്കിലും തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് വിശാലത ചെയ്താൽ, കുടുംബത്തിൽ വിശാലത ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഒരു വർഷം മുഴുവൻ ആ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിൽ വിശാലത നൽകും. ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടുകളോ ഒരു ഇടങ്ങേർ പോലും അവർക്ക് ആ ഒരു വർഷത്തിൽ ഉണ്ടാവുകയില്ല എന്നതാണ് ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ, കുഞ്ഞുമക്കൾ, ഭാര്യ ഇവരടങ്ങുന്ന ഈ കുടുംബത്തിന് ഇന്നത്തെ ഈ ഒരു സുദിനത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ വിശാലത ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അവർ ഇഷ്ടപ്പെടുന്ന, താല്പര്യപ്പെടുന്ന എന്ത് ഭക്ഷണമാണോ അത് നമ്മൾ അവർക്ക് വാങ്ങിച്ച് കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയും ആശ്വാസ സമാധാന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുദിനത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഒട്ടനവധി സവിശേഷതകളും പ്രാധാന്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു സുന്ദര നിമിഷമാണ് മുഹറം 10-ന്റെ ഇന്നത്തെ പകല്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും 10 അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയ നന്മകൾ വാരിക്കോരിച്ചൊരിയുന്ന ഒരു സുന്ദര നിമിഷമാണ് മുഹറം 10-ന്റേത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ, പാപമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചത് ഇന്നത്തെ ഈ പവിത്രമായ ദിനത്തിലാണ്. അതുപോലെ തന്നെ ഈ ദുനിയാവിലേക്ക്, ഈ ലോകത്തേക്ക് മഴ ആദ്യമായി വർഷിക്കുന്നതും ഈ സുന്ദരമായ നിമിഷത്തിൽ തന്നെ. കൂടാതെ ജിബ്രീൽ അലൈഹി വസ്സലാം, മീകായിൽ അലൈഹി വസ്സലാം, ഇസ്രാഫിൽ അലൈഹി വസ്സലാം, അസ്രായിൽ അലൈഹി വസ്സലാം ഇവരൊക്കെ സൃഷ്ടിക്കുന്നതും ഈ പവിത്രമായ സുദിനത്തിലാണ്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇന്നത്തെ ദിവസം മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക.